ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. സിസ്റ്റൈൻ ചാപ്പലിൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാർ പങ്കെടുക്കും. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകും. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വത്തിക്കാനിലെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 ആരംഭിക്കുകയാണ്. സിസ്റ്റൈൻ ചാപ്പൽ ഉൾക്കൊള്ളുന്ന മ്യൂസി വത്തിക്കാനിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഒരുപക്ഷെ അടുത്ത ലോകത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഉള്ളത്. സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ് പരമ്പരാഗതമായി മാർപ്പാപ്പമാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. മെയ് 7 135 വോട്ടിംഗ് അവകാശമുള്ള കർദിനാൾമാർ ഇതിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കയറും. സിസ്റ്റൈൻ ചാപ്പലിലെ 135 കർദിനാൾമാരായിരിക്കും കത്തോലിക്ക സഭയെ 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ആ മാർപ്പാപ്പ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 267ാമത്തെ മാർപ്പാപ്പയായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി. ഇത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പല്ല, സിസ്റ്റൈൻ ചാപ്പലിലെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മെയ് 7 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മതിൽ വത്തിക്കാനിലേക്കുള്ള മതിലാണ്. ഈ മതിലിൻ്റെ ചുറ്റും ഏതാണ്ട് 108 ഏക്കർ സ്ഥലമാണുള്ളത്. ആ 108 ഏക്കർ സ്ഥലത്താണ് വത്തിക്കാൻ, ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അതിൻ്റെ തലവൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഒരേ സമയം വത്തിക്കാൻ്റെ രാജ്യത്തിൻ്റെ തലവനാണ്. 140 കോടി ജനങ്ങളുടെ വിശ്വാസികളുടെ, കത്തോലിക്ക വിശ്വാസികളുടെ തലവനാണ്. ഒപ്പം തന്നെ റോമിലെ മെത്രാനാണ്. റോമിൻ്റെ മെത്രാൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയെ തന്നെയാണ്. അങ്ങനെ 3 ടൈറ്റിൽ മാർപ്പാപ്പയ്ക്കുണ്ട്. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതോടെ ഒരു സ്പിരിച്വലായിട്ടുള്ള രാഷ്ട്രീയ അധികാരം കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം, ഇതിലൊക്കെ അതിശക്തമായ നിലപാടെടുത്ത മാൻ ഓഫ് കൺവിക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് മെയ് 7 ഒരു എലക്ഷൻ, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.